കാസർഗോഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ അതിഥി പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ്, സൺറൈസ് ഹോസ്പിറ്റലിലെ വന്ധ്യതാ ചികിത്സാ കേന്ദ്ര ഡയറക്ടർ കൂടിയായ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദാണ്. സർ, വെൽക്കം. ഹലോ, താങ്ക് യു. സർ, ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭിണിയാകുക എന്നതൊരു സ്വപ്നതുല്യമായ അല്ലെങ്കിൽ ഒരു മനോഹരമായൊരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഗർഭിണി ആയ ശേഷം ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കലി പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്ക് 3 സ്റ്റേജായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 3 മാസം, രണ്ടാമത്തെ 3 മാസം ആൻഡ് ലാസ്റ്റ് 3 months. അപ്പം എല്ലാ സ്റ്റേജിലും റിക്വയർമെൻറ്റ്സ് വേറെയാണ്. സോ ഇനീഷ്യലി നമ്മളിപ്പോൾ ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ആ പ്രഗ്നൻ്റ് ആയ ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ എന്തൊക്കെയാണ് ഒരു പ്രഗ്നൻസിന് തടസ്സമായോ പ്രോബ്ലമായിട്ട് വരാൻ പോകുന്നത്, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് കാര്യങ്ങളാണ് ചോദ്യം വരാൻ. ദാറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഒരു പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ സാർ നേരത്തെ ഡിവൈഡ് ചെയ്യായിരുന്നു 3 കാലഘട്ടമാണെന്ന്. പക്ഷേ മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ ഇത്രയും സേഫ്റ്റി മെഷർമെൻറ്റിൽ ഇത്രയും ഇങ്ങനെ അത് അറിയാത്തത് കൊണ്ടാണോ, അല്ലാതെ ഇങ്ങനെ കോഷ്യസ് ആകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ബോഡി സിസ്റ്റം ചേഞ്ച് ആയിക്കൊണ്ടിരുന്നുണ്ട്. മുമ്പത്തെ ആൾക്കാരൊക്കെ വളരെ ഹാർഡ് വർക്കിംഗ് അപ്പോൾ ആൾക്കാരായിരുന്നു. വർക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ അവരുടെ ബോഡി ആ ഒരു സെറ്റപ്പിലേക്ക് ഉണ്ടായ ആൾക്കാർ. ഇപ്പോഴത്തെല്ലാം നമ്മളെല്ലാം വളരെ ഫ്രജൈൽ ബീയിങ്സാണ്. ഗ്ലാസിനെ പോലെയാണ്, തൊട്ടാൽ പൊട്ടിപ്പോകും. അപ്പം അങ്ങനത്തെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി വേറെ ആയിരിക്കും. മറ്റവരെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി വേറെ ആയിരിക്കും. അവരുടെ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് 3 monthsനെ കാര്യം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ, നൗ ഡയറ്റ് എന്താണ് കഴിക്കേണ്ടത്, വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ക്യാൻ വി ഈറ്റ്. മുമ്പ് അത് പാടില്ല, ഇത് കഴിച്ചാൽ ഇങ്ങനെയാവും, ഇത് കഴിച്ചാൽ ഇങ്ങനെയാവും, ഇങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ അവൈലബിൾ ലിറ്ററേച്ചറിൽ ഫുഡ് ഹാബിറ്റ്സിൽ അങ്ങനത്തതൊന്നും പറയുന്നില്ല. യു ക്യാൻ ഈറ്റ് വാട്ട് എവർ യു വാണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കാം. മാത്രം എന്നാലും നാടൻ കാലങ്ങളായി പുരാണങ്ങളായിട്ട് ഇങ്ങനെ ചിലപ്പോൾ പപ്പായ കഴിക്കാൻ പാടില്ല, പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ, ചില ആൾക്കാർ അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് കഴിച്ചാൽ പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അല്ല പൈനാപ്പിൾ, എന്തുകൊണ്ടാണ് അതൊരു ഭീതിയോടെ ആഹാരവസ്തു കാണുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് വൺ പോസിബിലിറ്റി നമുക്ക് പറയുന്നത് ഇറ്റ് മേ ഇൻക്രീസ് ഈ ബോഡി ഹീറ്റ് കൂടുതലാണെന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണത്. ബട്ട് വെദർ ഇറ്റ് സയൻറ്റിഫിക് അപ്രോച്ച്, വെദർ ഇറ്റ് ക്യാൻ കോസ് അബോർഷൻ എന്നുള്ള സയൻറ്റിഫിക് ഡീറ്റെയിൽസ് എവിടെയും ഇല്ല. ബട്ട് കുറേ പുരാണങ്ങളായിട്ട് ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നതുകൊണ്ട് പീപ്പിൾ ആർ സ്റ്റിൽ ഫോളോയിങ് ഇറ്റ്. ആകെ ഡോക്യുമെൻറ്റ് ചെയ്തതാണ് എക്സസീവ് കോഫി യൂസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. എക്സസീവ് യൂസേജ് ഓഫ് കോഫി ഈസ് ഡെട്രിമെൻ്റൽ. അത് മാത്രം ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. കോഫി ബോഡി ഏത് തരത്തിലാണ് അത് ബാധിക്കുന്നത്? കെഫീൻ ഉണ്ടല്ലോ, കോഫിയിലെ കെഫീൻ, ഓവർ യൂസ് ഓഫ് കെഫീൻ. അപ്പോൾ നമ്മളിപ്പം പേഷ്യൻസ് അല്ല ഇൻഫെർട്ടിലിറ്റിക്കും കുട്ടികളാവാൻ വേണ്ടിയിട്ടും അല്ല പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാലും നമ്മൾ പറയും റെസ്ട്രിക്റ്റ് ദ എമൗണ്ട് ഓഫ് കോഫി യു ഡ്രിങ്ക്. ഒരു 2-3 കപ്പ് കുഴപ്പമില്ല. 5 കപ്പിലധികം കുടിക്കുന്ന ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇത് മാത്രമേ ഡയറ്റിൽ നമുക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. സെക്കൻഡ്, നമ്മൾ കോമൺ ആയിട്ട് ഇവർ ചോദിക്കുന്ന റെസ്റ്റിൻ്റെ കാര്യമാണ്. ആദ്യത്തെ 3 മാസത്തിൽ റെസ്റ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പ്രത്യേകമായിരിക്കും റെസ്റ്റ് വേണമെന്നൊന്നും പറയാറില്ല. ഓൺലി ദോസ് പീപ്പിൾ, ചികിത്സ എടുത്ത് കുട്ടികളായവർ, അതല്ല കുറേ കുട്ടികൾ പ്രഗ്നൻ്റായി അലസിപ്പോയവർ, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമ്മൾ കുറച്ചും കൂടി റെസ്റ്റ് വേണമെന്ന്, ഫിസിക്കൽ റെസ്റ്റ് വേണമെന്ന് പറയാറുണ്ട്. ബട്ട് എഗെയിൻ ലിറ്ററേച്ചർ വൈസ് ദർ ഇസ് നോ ഡോക്യുമെൻറ്റേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് റെസ്റ്റ് എടുത്താൽ പ്രഗ്നൻസി മുന്നോട്ടേക്ക് പോകുന്നുള്ളത് ഇറ്റ്സ് നോട്ട് അവൈലബിൾ. ഇറ്റ് ഈസ് ജസ്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇല്ല ഡോക്ടർമാരുടെ പ്രാക്ടീസും ഇറ്റ്സ് അവർ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്റ്റ്. അപ്പം നമ്മൾ വി നോ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് പേഴ്സൺ ഡസ്. ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു പണിയും എടുക്കാത്ത ആളടുത്ത് പോയി അടിച്ചു വാര് തുണി അലക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സ്ട്രെയിൻ ആയി വരും. അങ്ങനെ സ്ട്രെയിൻ എടുക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് വരാം. സോ ഓരോരാളുടെ ലെവൽ ഓഫ് വർക്ക് ഇസ് ഡിഫറെൻറ്റ്. അത് വെച്ചിട്ട് വി വിൽ ബി ടെല്ലിങ് വാട്ട് ഈസ് ദ ലെവൽ ഓഫ് വർക്ക്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പോൾ പേഷ്യൻ്റ് വന്ന് പല ടൈപ്പ് സാധാരണ ഉണ്ടാവുമല്ലോ സാർ അപ്രോച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ലേബേഴ്സ്, ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ക്യാരിങ് പീരീഡിൽ അവർ ഇപ്പോൾ എങ്ങനെയാണ് സാർ അഡ്വൈസ് ചെയ്യില്ല അവരെ? നോർമലി വി അഡ്വൈസ് ദം ഡോണ്ട് ഡു എനി ഹെവി വർക്ക്.
ഈ ഹെവി വർക്ക് എങ്ങനെ ക്ലാസ് ചെയ്യുന്നത് എങ്ങനെ? വാഷിംഗ്, ഓക്കെ, തുണി അലക്കൽ, വല്ല വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യൽ, മാനുവൽ ലേബേഴ്സ് ചെയ്യുന്നില്ല, ഭാരം പൊന്തിക്കൽ, അടിച്ചു വാരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വി നോർമലി ടെൽ ദം യു അവോയ്ഡ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് 3 months. Travel also. First 3 months we will not allow you to travel. Why sir? Because pregnancy implant ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. സോ ട്രാവൽ ഇൻ ദ സെൻസ് ഷോർട്ട് ഡിസ്റ്റൻസ് കുഴപ്പമില്ല. വി വിൽ നോട്ട് അഡ്വൈസ് യു ടു ഗോ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. അത് ഇന്ന വെഹിക്കിൾ അങ്ങനെയുണ്ട്? അങ്ങനെയൊന്നുമില്ല. അവോയ്ഡ് ഫ്ലൈറ്റ്സ് ഇൻ ദ ഫസ്റ്റ് 3 months ബിക്കോസ് ടേക്ക് ഓഫും ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇറ്റ് ക്യാൻ കോസ് കോംപ്ലിക്കേഷൻസ്. ഒരു 3 months എത്തിയതിന് ശേഷം ഇറ്റ്സ് എ റിലേറ്റീവ്ലി സേഫ് പീരീഡ്. ഇല്ല കോംപ്ലിക്കേഷൻ, ബ്ലീഡിങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു 3 months കഴിഞ്ഞിട്ട് യൂഷ്വലി ഉണ്ടാവാറില്ല. 3 monthsന് ശേഷം കോംപ്ലിക്കേഷൻസ് വന്നാൽ ദർ ഈസ് എ കോ എക്സിസ്റ്റിംഗ് ഡിസോർഡർ, എവിടെയോ ഒരു സ്ഥലത്ത് എന്തോ ഒരു അസുഖം ഒളിച്ചു കിടപ്പുണ്ട്. ദാറ്റ് ഈസ് വൈ ഷീ ഈസ് ഗെറ്റിംഗ് ഇൻ ടു ട്രബിൾ. ഇല്ലെങ്കിൽ ഒരു നോർമൽ ഹെൽത്തി പ്രഗ്നൻസി യൂഷ്വലി 3 monthsന് ശേഷം ഉപദ്രവിക്കാറില്ല. അതാണ് നമ്മൾ ഈ ഫസ്റ്റ് 3 months വി ഓൾവേസ് അഡ്വൈസ് യു ബി കെയർഫുൾ, യു ടേക്ക് റെസ്റ്റ്, കൂടുതൽ യാത്ര വേണ്ട, ഈറ്റ് പ്രോപ്പർലി. സാർ ഇപ്പോൾ ബ്ലീഡിങ് എന്നില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല, അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ആഫ്റ്റർ 3 months ഈ ബ്ലീഡിങ് ഉണ്ടാകുന്ന ആ പീരീഡ് ഏത് കാലഘട്ടത്തിലാണ് സാധാരണ? ബ്ലീഡിങ് ഇപ്പം എല്ലാ സമയത്തും വരാം. യു ക്യാൻ ബ്ലീഡ് ഇൻ ദ ഫസ്റ്റ് 3 months. ഈ ഫസ്റ്റ് 3 months ബ്ലീഡിങ് വരുമ്പോഴാണ് നമ്മൾ വി വിൽ ടേക്ക് ഇറ്റ് ആസ് ത്രെറ്റൻഡ് അബോർഷൻ. ഗർഭം അലസിപ്പോവാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത് ഇൻ ദ ഫസ്റ്റ് 3 months. അപ്പോൾ ഈ സമയത്തിൽ എന്തുകൊണ്ട് ബ്ലീഡിങ് വരാമെന്നുണ്ടെങ്കിൽ, ഒന്ന് ആ വളർന്നു വരുന്ന ഭ്രൂണം അബ്നോർമൽ ആണെങ്കിൽ അത് അലസിപ്പോവും. അങ്ങനെ ആ രീതിയിൽ അലസിപ്പോവാനതാണെങ്കിൽ ബ്ലീഡിങ് ഇൻഡിക്കേഷനായിട്ട് വരുന്ന ബ്ലീഡിങ് ആയിരിക്കും. രണ്ടാമത് എനി സ്ട്രെന്നുവസ് ആക്ടിവിറ്റി, ഭയങ്കരമായിട്ട് വിഗറസ് ആയിട്ട് ബോഡി ആക്ടിവിറ്റി വരുമ്പോൾ ചിലപ്പം ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. സർ അതോടൊപ്പം തന്നെ സാർ അബോർഷൻ എന്ന് പറയും, ഈ അബോർഷനുള്ള സാധ്യതകൾ ഒരു ഡോക്ടർ ഏത് സമയത്താണ് അബോർഷനെ അഡ്വൈസ് ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും അബോർഷനായിട്ട് ഇപ്പം അഡ്വൈസ് ചെയ്യാറില്ല. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ സ്കാനിങ്ങിൽ ഏതും കോംപ്ലിക്കേഷനോ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് സ്വാഭാവികമായും അതെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം ആഫ്റ്റർ 5 months വി കനോട്ട് ഡു ആൻ അബോർഷൻ. അവർ കട്ട് ഓഫ് ലിമിറ്റ് ഇസ് 5 months. 5 monthsന് മുന്നേ ആർക്കാണ് നമുക്ക് അബോർഷൻ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് കോൺട്രസെപ്ഷൻ. എനിക്കിപ്പോൾ അത്യാവശ്യം കുട്ടികളുണ്ട്, അറിയാതെ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ കപ്പിൾസ് ആർ വില്ലിങ് അബോർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ആ ഭ്രൂണത്തിന് എന്തെങ്കിലും തകരാറുകൾ സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിതിൻ ദ ഫസ്റ്റ് 5 months അബോർട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, ഭ്രൂണം വളരുന്നില്ല, മിസ്ഡ് അബോർഷൻ എന്ന് പറയും, ഭ്രൂണം വളരാത്തൊരു അസുഖം പ്രോബ്ലം ആണെങ്കിൽ വി വിൽ അഡ്വൈസ് ദം ടു ഗോ ഫോർ എൻ അബോർഷൻ. ഈ ഭ്രൂണത്തിൻ്റെ വൈകല്യങ്ങൾ സാധാരണ പ്രത്യേകിച്ച് നൂതനമായ പല ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന വികസിതമായൊരു രാജ്യത്താണ് നമ്മളുള്ളത്. ഇങ്ങനെയുള്ള ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഭ്രൂണത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ബേസിക്കലി ഭ്രൂണത്തിൻ്റെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ സ്കാനിങ്ങിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസത്തിൽ നമ്മളൊരു 11 weeksൻ്റെ NT സ്കാനിങ് എന്നൊരു സ്കാനിങ് പറയും. ഈ NT സ്കാനിങ് എന്നുള്ള സ്കാനിങ്ങിൽ തന്നെ നമുക്ക് ഏകദേശം ഈ ഭ്രൂണത്തിന് വളരുമ്പോൾ എന്തെങ്കിലും തകരാറുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് തകരാറുകൾ വരുമെന്ന് തോന്നുമ്പോൾ അതിനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷനും ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് സ്കോപ്പ് ഓഫ് സ്കാനിങ് വരുന്നത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു റീച്ച് അറൗണ്ട് 19 to 20 weeks, ദാറ്റ്സ് 5th month. ഈ 5th monthൽ നമ്മൾ ചെയ്യുന്ന സ്കാനിങ് ആണ് അനോമലി സ്കാനിങ് നമ്മൾ പറയും. എന്നാൽ കൊച്ചിൻ്റെ ഓരോ ഭാഗത്തിനും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അംഗവൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. മാത്രം എഗെയിൻ ഇത് സ്കാനിങ്ങിലൂടെയാണ് നോക്കുന്നത്. ഇതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് പറഞ്ഞാൽ 100% ആയിട്ട് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ബേബിയുടെ പൊസിഷൻ ശരിയില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. സാധാരണ സ്കാനിങ്ങിൽ ഒരു ഹോൾ പോർഷൻ എന്ന നിലയിൽ നമുക്ക് ഹോൾ ബോഡി, ആ ബേബീൻ്റെ ഹോൾ ബോഡിനെ നമ്മൾ ടാർഗറ്റ് ഓരോരോ അംഗങ്ങൾ ടാർഗറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ രീതിയിൽ അനോമലി സ്കാനിങ് ഒരു സ്കാനിങ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20 minutes to 1 hour വരെ സമയം വേണ്ടി വരും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് പോലും നമുക്കും ഒരു 20% മിസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടി ഉണ്ട്. കാരണം ഈ 20% നമ്മളെ കയ്യിലല്ല. കാരണം ബേബിയുടെ പൊസിഷൻ ശരിയില്ലെങ്കിൽ
അഥവാ കൊച്ചിൻ്റെ കടപ്പിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ, വെള്ളം കുറവാണെങ്കിൽ, അല്ല സ്കാനിങ് തടിച്ച പേഷ്യൻ്റ് ആണെങ്കിൽ സ്കാനിങ് വിസിബിലിറ്റി വളരെ പുവറായിരിക്കും. ഇങ്ങനത്തെ കണ്ടീഷൻ വി സ്റ്റിൽ ക്യാൻ മിസ്. അല്ല ശ്രീ, 20% നേരത്തെ പറഞ്ഞ ഫെയിലർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അംഗവൈകല്യം ഏത് കുട്ടിയുടെ അംഗവൈകല്യമാണ്, എന്താണ് സാർ? ബേസിക്കലി നമുക്ക് കോമൺ ആയിട്ട് മിസ്സാവാൻ പോകാൻ വരുന്നത് ഫിംഗേഴ്സിൻ്റെ ഡിജിറ്റ്സിൻ്റെ തകരാറുകൾ. കാരണം സപ്പോസ് ബേബി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഇത്ര ഭാഗങ്ങൾ കണ്ടു, ഇത് കണ്ടിട്ടില്ല, ഇത് കണ്ടാൽ തന്നെ ഇത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു പീരീഡിലും കാണാൻ പറ്റില്ല. അല്ല, അങ്ങനെയല്ല. ചിലപ്പോൾ അത് ബേബിയുടെ പൊസിഷൻ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അടുത്ത ഇതിൽ സ്റ്റേജിൽ നോക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം 2 കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വിരലുകൾ താഴെ ഷാഡോയിലായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ കാണുള്ളൂ. അപ്പോൾ കൈ ഉണ്ടോ ഇല്ലോ, വിരലുകളുണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റും. വിരലിൻ്റെ എണ്ണം ചിലപ്പം കാണണമെന്നില്ല. ചിലപ്പോൾ ഈ നഖമില്ലെങ്കിൽ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഹാർട്ടിൻ്റെ അകത്ത് വാൾവിൻ്റെ തകരാറുകൾ, ചെറിയ ഹോൾസ് എന്നുള്ള സംഭവങ്ങൾ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, ഇതെല്ലാം പേഷ്യൻറ്റും മെഷീനും പ്ലസ് ബേബിയുടെ പൊസിഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഇതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തടിച്ച പേഷ്യൻ്റ്, സാധാരണ മെഷീൻ, കുട്ടിയുടെ പൊസിഷൻ ശരിയില്ലെങ്കിൽ എല്ലാം മിസ്സാവാൻ സാധ്യതയുണ്ട്. ഇത്തരം കേസുകൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് സ്കാൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ, നേരത്തെ സാറ് കുറേ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് കൂടുതൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു കുട്ടീനെ അനലൈസ് ചെയ്യാൻ പറ്റും. മേജറായിട്ടുള്ള അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഈവൻ ദെൻ വി സ്റ്റിൽ ക്യാൻ മിസ്. കാരണം തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബേബിയുടെ ഫിസിക്കൽ ഡിഫോമിറ്റീസ്, അപ്പിയറൻസിൽ വരുന്ന തകരാറുകൾ മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. അതും അതേ പറഞ്ഞ പോലെ ഒരു 20% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. മാത്രം മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർഗൻസ് കാണാൻ പറ്റും, ഓർഗൻസിൻ്റെ ഡിഫക്ട്സ് കാണാൻ പറ്റും ഒരു ലെവൽ വരെ. നത്തിങ് ഇസ് 100%. ഒരു ലെവൽ വരെ നമുക്ക് എല്ലാ ഓർഗൻസിൻ്റെ ഡിഫക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാത്രം മെൻ്റൽ സ്ട്രക്ചേഴ്സ്, ദ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, അതെല്ലാം നമുക്ക് സ്കാനിങ്ങിലൂടെ അസസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റേജിലും പറ്റില്ല. അങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ്. കുട്ടി പുറത്തേക്ക് വന്നു മന്ദബുദ്ധി പോലെ ആയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല? ഒരു സംശയം കൂടി ആയിരിക്കും. ഹാർട്ടിൽ ഹോൾസ് ഉണ്ട്, അല്ല ഹാർട്ടിന് എന്തെങ്കിലും തകരാറുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ സ്കാനിങ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ല? ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് കാണാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ലിമിറ്റിനപ്പുറം. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ഡ്രൈവർ ആയിരിക്കും, എന്നാലും ഒരു ആക്സിഡൻറ്റ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് ആവുന്നത്? If you are such a good driver, why are you having an accident? You cannot explain. The same way, എല്ലാത്തിനും നമുക്ക് we have a limit. ഈ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു റേഞ്ച് വരെ കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് എവറിത്തിങ് cannot be picked up. അതാണ് ബേസിക്കലി ഈ അനോമലി സ്കാനിങ് ചെയ്യുന്നത്. നമുക്ക് മേജർ അനോമലീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. Certain anomalies are compatible with life. Suppose ഈ കൊച്ചിന് 4 വിരൽ മാത്രമേ ഉള്ളൂ. Think like that. But വേറൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് മിസ്സായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറണോ വേണ്ടയോ? കാരണം കൊച്ചിന് ജീവിതം സുഖമായി മുന്നോട്ടേക്ക് പോകാൻ പറ്റും. സപ്പോസ് ആ ബേബിക്ക് മേജറായിട്ടുള്ള ഹാർട്ടിനൊരു തകരാറുണ്ട്, അത് മിസ്സായി കഴിഞ്ഞാൽ കുട്ടി പുറത്തേക്ക് വന്നാൽ ആ കൊച്ചിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. സാർ, ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് സാർ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ ഇവരുമായിട്ട്? ഈ നേരത്തെ പറഞ്ഞ മേജർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ ഫേസ് അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. ആ സ്പോട്ടിൽ ആ സമയം ഇങ്ങനെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. സപ്പോസ് ദേ വോണ്ട് ടു ടേക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ, ദേ ആർ ഓൾവേസ് വെൽക്കം. സോ വി ആസ്ക് ദം ടു ഗോ വെയർ എവർ ദേ വോണ്ട് ഫോർ എ സെക്കൻഡ് ഒപ്പീനിയൻ. നമ്മൾ 2 കൺസൾട്ടൻസും ഒരേ ഒപ്പീനിയൻ പറയുന്നുണ്ടെങ്കിൽ മോർ ഓർ ലെസ് ഇറ്റ് ഇസ് ദ സെയിം കണ്ടീഷൻ. സർ, സാധാരണ ഈ ഒരു അബോർഷന് ശേഷം പിന്നീട് പ്രഗ്നൻ്റ് ആവാനുള്ള ആ ഒരു പീരീഡ് ടൈം എത്രയാണത്? മിനിമം നമ്മൾ അബോർഷൻ ആയി കഴിഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞിട്ട് ട്രൈ ചെയ്താൽ മതി എന്നാണ് സാധാരണ പറയാറ്. അതല്ലാതെ ഒരു പ്രത്യേക റീസൺ ആയിട്ടല്ല, ജസ്റ്റ് ഫോർ ദ ബോഡി ടു റിക്കവർ ആൻഡ് ഫോർ ദം ടു റിക്കവർ മെൻ്റലി. ഓക്കെ സർ, സാധാരണ ഈ പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീക്ക് വരാവുന്ന മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ? എല്ലാ തരം രോഗങ്ങളും വരാം. പ്രഗ്നൻസിയിൽ നോർമലി BP അല്ല ഹൈപ്പർ ടെൻഷൻ വരാം, പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാം, എപ്പിലെപ്സി കോംപ്ലിക്കേറ്റ് ആവാം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരാം. എന്തൊക്കെ മെഡിക്കൽ അസുഖങ്ങൾ ഉണ്ടാവോ എല്ലാ അസുഖങ്ങളും പ്രഗ്നൻസിയിലും കൂടി വരാൻ സാധ്യതയുണ്ട്. സർ, ഈ രോഗങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ തൈറോയിഡിൻ്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഹൈ BP, ഈ പറയുന്ന എപ്പിലെപ്സി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട്
കുട്ടിയുടെ പിന്നീട് ജനിക്കുന്ന കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ബേസിക്കലി ഏത് പ്രോബ്ലങ്ങളും ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബേബിനെ എഫക്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പ്രഗ്നൻസിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഡെലിവറി വരെ മുന്നോട്ടേക്ക് പോകാനൊരു പോസിബിലിറ്റി. ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ രോഗങ്ങൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതൊന്നുണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നുള്ളത് വീണ്ടും ഫാമിലിയിൽ വരാൻ സാധ്യതയുണ്ട്. സാധാരണ കണ്ടെത്തുന്ന ഏതൊക്കെ രോഗങ്ങളാണ് ഇങ്ങനെ നമ്മളുടെ ഈ പരിസരത്തിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാനുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡൗൺ സിൻഡ്രോം. ജനിതകമായ പ്രശ്നമല്ല, ബട്ട് ഡൗൺ സിൻഡ്രോം എന്നൊരു കണ്ടീഷൻ. മൊങ്കോളിസ് എന്ന് പറയും. കൊച്ചിനെ കാണുമ്പോൾ ചൈനക്കാരുടെ കണ്ണുപോലെ ഉണ്ടാവും. കുറച്ച് മന്ദബുദ്ധി ആയിരിക്കും. എപ്പോഴും നാക്കിങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടായിരിക്കും കൊച്ച് ഉണ്ടാവാറ്. ഒരു ഡൗൺ സിൻഡ്രോം എന്നൊരു കണ്ടീഷനാണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് വയസ്സ് കൂടുമ്പോഴാണ്. 35+, 36, 37, 38 ഈ റേഞ്ചിൽ 40-ലെത്തുമ്പോഴേക്കും ബേബിക്ക് ഡൗൺ സിൻഡ്രോം വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ബട്ട് പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 25, 26 ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി കാര്യമായിട്ട് ഫസ്റ്റ് ടൈം വരുന്ന പ്രഗ്നൻസ് ലേഡീസിനും കൂടി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇതിന് സ്ക്രീനിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സ്ക്രീനിങ് ടെസ്റ്റ് എന്നൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് ലിറ്റിൽ എക്സ്പെൻസീവ്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോഴും പലപ്പോഴും ചെയ്യാറില്ല. കാരണം ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ജനറൽ കമ്മ്യൂണിറ്റിയിൽ അധികം ആൾക്കാർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ചെയ്യണമെന്നൊരു പ്രശ്നമാണ് അവിടെ വരുന്നത്. ബട്ട് ഇപ്പം ബാക്കി എല്ലാ സ്ഥലവും മേജർ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് ഗർഭിണി വന്നു കഴിഞ്ഞാലും ആ സ്ക്രീനിങ് ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യുന്നുണ്ട്. നോർമലി അറൗണ്ട് 4th മന്താണ് നമ്മൾ ആ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത്. 4th മന്തിൽ സ്ക്രീനിങ് ടെസ്റ്റിൽ തകരാറുകൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് റൂൾ ഔട്ട് ഡൗൺസ്, ബട്ട് ഡൗൺസ് വരാനുള്ള പോസിബിലിറ്റി കുറവാണെന്ന് പറയുന്നത്. ബട്ട് അതിൽ തകരാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പലതരം ജനറ്റിക്കൽ ഡിഫക്ട്സ് ഉണ്ടാവും. അത് പിന്നെ അങ്ങനെ കൊച്ചിന് നമ്മൾ പ്രീവിയസ് ബേബിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ കൊച്ചിന് അതേ തകരാറുകൾ വരുമോ എന്ന് ചെക്ക് ചെയ്യണം. മദർ ഇല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പാരൻസിനുണ്ടെങ്കിൽ കൊച്ചിന് വരുമോ എന്ന് നോക്കണം. അങ്ങനെ പലതരം ജനറ്റിക് ഡിഫക്ട്സുകൾ വരാം, ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി എടുത്തിട്ട് ഫാമിലി ആർക്കെങ്കിലും ഈ തകരാറുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി എടുത്തിട്ട് അതിന് കണക്കായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചാർട്ട് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും സർ, നമ്മുടെ സാധാരണ ഈ ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആണെങ്കിൽ സെക്കൻഡ് ഡെലിവറി അതിൻ്റെ ചാൻസസ് സിസേറിയൻ്റെ ചാൻസസ് ഉണ്ടോ? അങ്ങനെ ഫസ്റ്റ് സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് സിസേറിയൻ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പല കേസസും ആകുന്നുണ്ട്. ഫസ്റ്റ് സിസേറിയൻ ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് നോർമൽ ഡെലിവറി ആവാൻ പറ്റും. എപ്പോൾ? ഒന്ന്, ബേബി വെയ്റ്റ് ഇസ് ലെസ് ദാൻ 3.5. രണ്ടാമത്, വേദന വരുമ്പോൾ നോർമൽ രീതിയിൽ തന്നെ വേദന വരണം. അല്ല നമ്മൾ വേദന വരുത്തിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് എപ്പോഴാണോ കോംപ്ലിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഈ നോർമൽ ഡെലിവറി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു 3 to 4% റിസ്ക് ഉണ്ട് ആ സ്റ്റിച്ച് ഇളകിപ്പോകാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ഇളകിപ്പോയി കഴിഞ്ഞാൽ ആ ബേബിനെ അത് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഏത് മദറിനും ആ സ്റ്റിച്ച് ഇളകിയിട്ട് ആ ഒരു 3% റിസ്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ ആ കാരണം നമ്മൾ ആ റിസ്ക് ഇൻഫോം ചെയ്യാതെ തന്നെ നോർമൽ ഡെലിവറിക്ക് പോയി കഴിഞ്ഞ് അതിനുശേഷം സ്റ്റിച്ച് ഇളകിയിട്ട് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് ബേബിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഈവൻ ബിഗർ ഹെഡേക്ക്. സോ നമ്മൾ സിസേറിയൻ ഇല്ല ഫസ്റ്റ് സിസേറിനായിട്ട് രണ്ടാമത് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഈ റിസ്ക്സ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സുഖപ്രസവത്തിന് ചാൻസ് കൊടുക്കുള്ളൂ. സർ, ചില കേസസിൽ നമ്മൾ സാധാരണ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു വിഷയമാണിത്. കാരണം ഓവർ ബ്ലീഡിങ്ങിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്നത്? അതായത് ഡെലിവറിക്ക് വന്ന ശേഷം ഡെലിവറി റൂമിൽ ബേസിക്കലി പ്രസവിച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ആർക്ക് വേണമെങ്കിലും വരാം. മാത്രം ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ പ്രോട്ടോക്കോൾ. വി ഹാവ് എ പ്രോട്ടോക്കോൾ. സ്റ്റെപ്പ് എ, സ്റ്റെപ്പ് ബി, സ്റ്റെപ്പ് സി, സ്റ്റെപ്പ് ഡി എന്നൊരു 4-5 സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്തിട്ട് ശരിയാക്കിയെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ബേസിക്കലി കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പ്രശ്നമാണ് ഗർഭാത്രം തിരിച്ച് കോൺട്രാക്റ്റ് ആവില്ല. ഗർഭാത്രം കോൺട്രാക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രോട്ടോക്കോൾ വൈസ് സ്റ്റെപ്പ് ഫോളോ ചെയ്തതിന് ശേഷവും
നിങ്ങൾക്ക് ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താവും, പിന്നെ ഐദർ ദ ലൈഫ് ഓഫ് ദ പേഷ്യൻ്റ് ഓർ ദ യൂട്രസ്. അപ്പം നമുക്ക് ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ വരുമ്പം വി ഹാവ് ടു റിമൂവ് ദ യൂട്രസ്. ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദ ഡോക്ടർ ഡിഡ് സംതിങ് റോങ്, ഡോക്ടറുടെ അനാസ്ഥ കൊണ്ടല്ല. ആ ബ്ലീഡിങ് വരുന്നത് ആ പേഷ്യൻ്റെ ജനറൽ കണ്ടീഷനിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, ഏതൊരു പേഷ്യൻറ്റിനും അതിനുള്ള സാധ്യതകൾ, ഏത് ഡെലിവറിയിലും ബ്ലീഡിങ്ങിനുള്ള പ്രശ്നം വരാം. അതല്ല ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഇല്ലത്. കുറച്ച് BP അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. ബട്ട് ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി. ദർ ഇസ് നോ ഇവർക്ക് ചാൻസ് കൂടുതലാണെന്നല്ലാതെ ഇവർക്ക് ഒരിക്കലും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമൽ കേസിൽ ബ്ലീഡിങ് ഇങ്ങനെയുള്ളത് വളരെ പെട്ടെന്ന് സാധാരണ രീതിയിൽ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ്സിൽ എല്ലാ പ്രശ്നങ്ങളും സെറ്റിൽ ആവും. ബട്ട് ചില ആൾക്കാർക്ക് ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള മെഡിസിൻസ് എല്ലാം കൊടുത്തിട്ട് ഇറ്റ് മേ ടേക്ക് അറൗണ്ട് ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് അഗെയിൻ. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ചിലപ്പം ബ്ലഡ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നേക്കാം. ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ എന്ത് പ്രോട്ടോക്കോൾ എന്ത് ട്രൈ ചെയ്താലും എന്ത് ചെയ്ത് എക്സോസ്റ്റ് ചെയ്തിട്ട് പോലും ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടില്ലെങ്കിൽ പിന്നെ വാട്ട് ഓപ്ഷൻസ് ഡു വി ഹാവ്? നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ there are certain procedures which can be done. നമ്മൾ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എല്ലാം പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എവിടെയാണ്? മെഡിക്കൽ കോളേജിൽ. ഈ പെരിഫറൽ സെറ്റപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. ഈ പെരിഫറൽ സെറ്റപ്പിൽ ബ്ലീഡിംഗ് ആയിട്ട് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേഷ്യൻസിനെ ഇവിടുന്ന് ആംബുലൻസിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്ക് എത്ര ബ്ലഡ് ലോസ് ആവും? അവിടെ എത്തുമ്പോഴേക്ക് പേഷ്യൻ്റ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി ഈസ് ബേസ്ഡ് ഓൺ ദ പ്ലേസ് വെയർ യു ആർ. ആ മെഡിക്കൽ സാർ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡ് ഉണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ, അത് എന്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ? അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ യൂസ് ചെയ്യുന്ന അറിയുന്ന ആൾക്കാർ കുറവാണ്, എക്സ്പേർട്സ് കുറവാണ്. അപ്പം സാധാരണ രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അത് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മുടെ വടക്കേ മലബാറിലുണ്ടോ എന്ന് ഈ പ്രദേശത്തിൽ എവിടെയും ഉണ്ടാവില്ല. ഇത് എറണാകുളം അങ്ങനത്തെ ജില്ലയിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം സാധാരണ ഒരു സെറ്റപ്പ് ജനറൽ ബേസിക് ഹോസ്പിറ്റൽസ് ഈ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ വെൻ എ ഡോക്ടർ ഇൻ എ പെരിഫറൽ സെറ്റപ്പ് ഈസ് ഫേസ്ഡ് വിത്ത് സച്ച് എ സിറ്റുവേഷൻ, ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ we always look at what is the more important, the life or the uterus. And നമ്മളുടെ സെറ്റപ്പിൽ ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, സോ വി വിൽ ഹാവ് ടു സാക്രിഫൈസ് ഇറ്റ്. ഓക്കെ. സോ അതോടൊപ്പം തന്നെ നാട്ടുമ്പുറങ്ങൾ സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാതെ ഈ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക പ്രസവിച്ച ശേഷം പ്രത്യേക തരത്തിലുള്ള ഒരു ആഹാരമൊക്കെ കൊടുക്കുന്നത്, അത് ശാസ്ത്രീയമായിട്ട് അതിന് പിൻബലമുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണോ, അത് ദോഷം ചെയ്യുമോ യഥാർത്ഥത്തിലൊരു സ്ത്രീ? ഇറ്റ്സ് ലൈക്ക് 50-50. ചില കാര്യങ്ങൾ നല്ലതാണ്. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഓയിൽ മസാജ് കൊടുക്കും, ബോഡിക്ക് ഓയിൽ വെച്ചിട്ട് മസാജ് കൊടുക്കുമ്പം റിലാക്സ് ആയ മസിലിന് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ബാക്ക് ഇൻ ടു ഷേപ്പ്. സോ മസാജ് വിൽ സ്റ്റിമുലേറ്റ് ദ മസിൽ ആൻഡ് ഗെറ്റ് ഇറ്റ് ബാക്ക് ഇൻ ടു ഷേപ്പ്. അപ്പോൾ സർട്ടൺ ഹാബിറ്റ്സ് ആർ ഗുഡ്. ഏറ്റവും മോശമായ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കാണുന്നത്, പ്രസവിച്ചതിന് ശേഷം വെള്ളം കുടിക്കാൻ കൊടുക്കില്ല. പഴയ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടെന്ന് പറയും. അപ്പം വെള്ളം കുടിക്കേണ്ടെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വെൻ ദേ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രസ്റ്റ് മിൽക്ക് കുറയും. പേഷ്യൻറ്റ് കംസ് വിത്ത് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ വേദന ഇതും എല്ലാം സ്റ്റാർട്ടാവും. ദിസ് ഈസ് വൺ ബാഡ് പ്രാക്ടീസ് വിച്ച് യു ഹാവ് സീൻ. നമ്മൾ കുറേ ആൾക്കാർക്ക് പറയാറുണ്ട്. ബട്ട് വീട്ടിലുള്ള സീനിയർ എത്ര സ്ട്രോങ് ആണോ അതിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. സെക്കൻഡ് തിങ് വിച്ച് വി സീ ഈസ് പ്രസവിച്ച് കഴിഞ്ഞാൽ സ്പൈസി കുരുമുളക് ചേർത്ത് ആഹാരം കൊടുക്കും. ബട്ട് ഇറ്റ് ക്യാൻ ആക്ട് ഇൻ ബോത്ത് വേസ്. ഒന്ന്, കുരുമുളക് കഴിച്ചു കഴിഞ്ഞാൽ ദർ ആർ പേഷ്യൻസ് ഇവിടുന്ന് മുതൽ താഴെ വരെ ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്തിട്ട് സിവിയറായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് വന്ന ആൾക്കാരും കൂടിയുണ്ട്. സോ നൗ ഡേയ്സ് നമ്മളിപ്പം പറയും അധികം കൊടുക്കല്ലേ, കുറച്ച് കൊടുത്താൽ മതി എന്ന് മാത്രമേ പറയുള്ളൂ. തേർഡ് മോസ്റ്റ് കോമൺ പ്രോബ്ലം വിച്ച് വി സി ഇസ് ഈ ചൂടുവെള്ളം ഉപയോഗിക്കും. ഭയങ്കരമായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് സ്റ്റിച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ ചൂടുവെള്ളം ഇങ്ങനെ ഇടിച്ചവർ കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം പിന്നെ നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ഡേ തിരിച്ച് വരുമ്പം ഫുള്ള് സ്റ്റിച്ചൊക്കെ ഓപ്പൺ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് നല്ല ചൂട് യൂസ് ചെയ്യുമ്പോൾ പെയിൻ കുറയും. അതുകൊണ്ട് ദേ പ്രിഫർ ടു യൂസ് ദാറ്റ്, പെയിൻ കുറയട്ടെ. ബട്ട് അവർ മനസ്സിലാക്കാത്ത കാര്യം എന്താ പറഞ്ഞാൽ, സ്റ്റിച്ച് ഇടുമ്പോൾ യൂസ് ചെയ്യുന്ന സൂച്ചർ മെറ്റീരിയൽ, ആ നൂലുണ്ടല്ലോ, ഇത് ഹീറ്റ് സെൻസിറ്റീവാണ്. അപ്പോൾ ചൂടുവെള്ളം കൊണ്ടുകഴിഞ്ഞാൽ ദ്രവിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് പൊട്ടേണ്ട സ്റ്റിച്ച് 2 ദിവസത്തിൽ പൊട്ടും.
പൊട്ടിക്കഴിയുമ്പോൾ ഫുൾ ഓപ്പൺ ആയിട്ട് ഓടി വരും, എല്ലാം പൊട്ടിപ്പോയതും പറഞ്ഞിട്ട്. പിന്നെ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് എ പോസിബിലിറ്റി ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഡെലിവറി കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ പെക്യുലറായിട്ട് പറയും. ചൂടുള്ള ഒഴിക്കല്ലേ, കുരുമുളക് കൊടുക്കല്ലേ, വെള്ളം കുടിക്കണം എന്നല്ലേ. അല്ല സാർ, അത് ഈ തരത്തിൽ ഗ്രാമീണ മേഖലയിൽ ഈ പറയുന്ന പോലെ മുത്തശ്ശിമാരൊക്കെ പണ്ട് മുതൽ ചെയ്തിരുന്ന ഈ തരത്തിലുള്ള ആഹാര രീതി അവരെ സജസ്റ്റ് ചെയ്യുന്ന ഇതുകൊണ്ട്. പക്ഷേ ഇതിന് നമ്മൾ പുതിയ മെഡിക്കൽ പുതിയ ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻ ആഫ്റ്റർ ഡെലിവറി കൊടുക്കാറുണ്ടോ സാധാരണ? ബേസിക്കലി ആഫ്റ്റർ ഡെലിവറി മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ ജനറൽ ഹെൽത്ത് റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ജനറൽ ഹെൽത്ത് ഇൻ ദ സെൻസ് ഡെലിവറിക്ക് ശേഷം വാട്ട് ഈസ് പോസിബിൾ, പേഷ്യൻ്റ് ബ്ലഡ് ലോസ് ഉണ്ടാവും. ബ്ലഡ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അനീമിയ ഉണ്ടാവും. അനീമിയ വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം ഉണ്ടാവും. രണ്ടാമത്തത് ബ്രസ്റ്റ് മിൽക്ക് സെക്രേറ്റ് ആയിക്കൊണ്ടുണ്ടാവും. ബ്രസ്റ്റ് മിൽക്കിൽ ഏതാണ് കൂടുതലുള്ളത്? കാൽഷ്യം. അപ്പോൾ ബോഡിയിൽ നിന്ന് കാൽഷ്യം ഡിപ്ലീഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ പ്രോപ്പർ ഡയറ്റ്, അത്യാവശ്യം വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുള്ള നല്ല നറിഷ്മെൻ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. ആൻഡ് ആ ബോഡിയിലെ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. സോ വി വിൽ ഗിവ് ദം എ പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ്. ഇത്ര കൊടുത്താൽ മതി, വേറൊന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും സാർ, നമ്മളിപ്പോൾ സാറ് തന്നെ പറഞ്ഞ നമുക്ക് ഈ പിന്നെ വന്ധ്യതയ്ക്കൊക്കെ നൂതനമായ ചികിത്സാ രീതികൾ, പുതിയ ടെക്നോളജി ഉണ്ട്, മെഡിസിൻ. നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര വികാസം പ്രാപിച്ചിട്ടും വളരെ റെയറായിട്ട് നമ്മുടെ ഈ ഡെലിവറി സമയത്ത് ഒന്നിക്കൽ അമ്മയുടെ മരണം അല്ലെങ്കിൽ കുട്ടിയുടെ മരണം സംഭവിക്കുന്നുണ്ട്. ഇത്രയും മോഡേൺ മെഡിസിൻ ഇത്ര ഡെവലപ്ഡ് ആയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്താവസ്ഥ വല്ലപ്പോഴുമെങ്കിലും ചില ഹോസ്പിറ്റലിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്? ബേസിക്കലി മദറിൻ്റെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് മദറിന് മരിക്കാനുള്ള പ്രശ്നം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ആംനോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്നാണ്. എന്നാൽ പ്രസവ സമയത്തിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശങ്ങൾ ശരീരത്തിൻ്റെ അകത്ത് കയറിയിട്ട് സർക്കുലേഷനിൽ കയറിക്കഴിഞ്ഞാൽ 90% മരിക്കും. അങ്ങനത്തത് വല്ലപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ, ഇതൊരു വെരി സീരിയസ് കോംപ്ലിക്കേഷനാണ് ആംനോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറയുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാനുള്ള മാർഗവും ട്രീറ്റ്മെൻറ്റ് ഇല്ല ആ സമയത്തുള്ള. അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോട്ട് 60 to 70% മോർട്ടാലിറ്റി. അത് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് കണ്ടീഷനാണ് DIC എന്നൊരു കണ്ടീഷൻ പറയും. DIC എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കുകയില്ല. എന്ത് ചെയ്താൽ പോലും ബ്ലഡ് കട്ട കെട്ടില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്ത് മരുന്ന് കൊടുത്താലും കട്ട കട്ടില്ല. പിന്നെ 15 ബോട്ടിൽ രക്തം, 20 ബോട്ടിൽ രക്തം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം. കയറ്റിക്കൊണ്ട് ഇരുന്നാൽ പോലും രക്തം കട്ട കട്ടില്ല. ഗർഭപാത്രം എടുത്താൽ പോലും ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആർക്കും ഏത് രീതിയിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടേഴ്സ് വിചാരിച്ചാലോ ഹോസ്പിറ്റലിലും എത്ര സെറ്റപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു ലിമിറ്റിനപ്പുറം ഇതൊന്നും ഈ കണ്ടീഷൻ ഒന്നും ചെയ്യാനും പറ്റില്ല.